അയാളെ ഒന്ന് വിളിക്കാൻ പോലും തോന്നാത്തത്? അത് പിന്നെ അരുൺ ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുമ്പോ അങ്ങോട്ട് വിളിച്ചാ ഞാൻ കരഞ്ഞു പോവും. എന്റെ കരച്ചില് അരുണിന്റെ അസ്വസ്ഥത കൂട്ടുകയുള്ളൂ. അത് വേണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ വിളിക്കാതിരുന്നത്. ഈ പറഞ്ഞത് സത്യമാണോ? സത്യമല്ലാതെ പിന്നെ? അങ്ങനെ ഒരു കരുതലാണ് തന്റെ മനസ്സിലെങ്കിൽ അത് ഞാൻ ക്ഷമിച്ചേ പറ്റൂ. വിവരങ്ങളൊക്കെ ഫാദർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ലെന്ന് ഫാദർ ആവർത്തിച്ച് പറഞ്ഞപ്പോ വല്ലാത്തൊരു സമാധാനായിരുന്നു. അപ്പോ ശരിക്കും എന്നോട് പിണക്കൊന്നുമില്ല? ഇല്ല. ആ അങ്കിൾ, ഇയാളെ കുറിച്ചുള്ള അങ്കിളുടെ കാഴ്ചപ്പാട് കുറച്ചൊന്ന് തെറ്റിപ്പോയി. എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് അയാൾ എന്നെ വിളിക്കാണ്ടിരുന്നതെന്നാ പറയുന്നത്. അച്ഛൻ സംശയിക്കൊന്നും വേണ്ട, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ഞാൻ എത്ര വിഷമിച്ചു എന്ന് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞ മനസ്സിലാവില്ല. വിഷമിച്ചോ? ആരാ പറഞ്ഞ വിഷമിക്കണ്ടെന്ന്? അരുണിന്റെ കാര്യത്തിൽ വിഷമിക്കാനല്ലെങ്കിൽ പിന്നെ നിന്നെ എന്തിനുള്ള? പക്ഷെ അരുൺ, സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചത് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഒരു പൊട്ടിത്തെറിയാ. അക്കാര്യത്തിൽ ഇവളെന്നെ ഞെട്ടിച്ചു. സ്നേഹ, തന്റെ കൂടെ വരുന്നോ? എങ്ങോട്ട്? പ്രത്യേകിച്ച് ഒരിടത്തേക്കുമില്ല, നമുക്ക് ഫാദറിന്റെ അടുത്തേക്ക് പോവാം. ഇന്നിനി വേറെങ്ങും പോവാൻ ഫാദർ സമ്മതിക്കില്ല. ഇന്ന് രാവിലെ ഞാൻ ഫാദറിന്റെ മുമ്പിൽ നിന്നപ്പോ എന്നെ വല്ലാതെ അങ്ങ് ചേർത്ത് പിടിച്ചു. കുറെ നാളുകൾക്ക് ശേഷം കാണുന്ന പോലെ. വിഷമം ഉണ്ടാവോടോ? ഇന്നലെ രാത്രിയിലെ ഫാദറിന്റെ ഓരോ വിളിയിലും ആ മനുഷ്യന് തന്നോടുള്ള സ്നേഹം എന്താണെന്ന് തിരിച്ചറിയായിരുന്നു ഞാൻ ഫാദറിനോട് മോശമായി പെരുമാറിയെന്ന് അച്ഛനൊരു പരാതി കിടക്കുന്നുണ്ട്. അതോടെ അങ്ങ് തീർന്നോട്ടെ. അച്ഛാ, ഞാൻ പോയിട്ട് വരട്ടെ. സമ്മതം, സന്തോഷം. മൈഥിലി തന്നെ രഞ്ജിത്തിനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. എപ്പോഴും ഇപ്പൊ സാരംഗിന്റെ കടം വീട്ടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരുതരം കോംപ്ലക്സ്. സത്യത്തിൽ കേട്ടപ്പോ എനിക്ക് സന്തോഷായി. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ, ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തില് നിങ്ങളുടെ സൗഹൃദത്തിന് ഒരു കോട്ടവും വരരുതെന്ന്. സാരംഗൊന്നും മറന്നിട്ടില്ലാത്തതിന്റെ തെളിവാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, രഞ്ജിത്തിന് അതിന്റെ ചമ്മൽ ഇതുവരെ മാറിയിട്ടില്ല മൈഥിലി. എന്തിനാ രഞ്ജിത്ത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? തന്റെ കയ്യിൽ പണം വരുമ്പോ താനത് വീട്ടിക്കോ. ഇപ്പൊ തൽക്കാലം അതൊരു ആശ്വാസല്ലേ? അത് സത്യ. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട്, പ്രത്യേകിച്ച് നിങ്ങൾ തമ്മിലാകുന്നതിൻ്റെ പേരിൽ ഞാനും അനാമികയും അയാളോട് രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ അയാൾ ഇതൊരു പ്രതികാരം പോലെ ചെയ്തതായിട്ടാ തോന്നുന്നത്. അത്തരം ചിന്തകളൊന്നും വേണ്ട. സാരംഗ് ചില കാര്യങ്ങൾ മറന്നു പോവാത്തതില് ഞാനിപ്പോ സന്തോഷിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ മറന്നു പോകുന്നതില് വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. മൈഥിലി, സാരംഗിന്റെ ഈ പ്രവൃത്തിയില് എനിക്കെന്തോ ഒരു പ്രതീക്ഷ തോന്നുന്നു. ഒരുപക്ഷെ തന്റെ കാര്യത്തിലും അയാളൊന്ന് മാറി ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ? ക്യാമ്പിന്റെ അന്ന് രാത്രി ഞാൻ സാരംഗിനെ വിളിച്ചിരുന്നു. കാട്ടാനിറങ്ങിയ കാര്യം ടിവിയിലും മറ്റും കാണിക്കുന്നുണ്ട്, കണ്ടിരുന്നോന്ന് ചോദിച്ചപ്പോ കണ്ടില്ല എന്ന അലക്ഷ്യമായൊരു മറുപടിയില് സാരംഗ് എല്ലാം ഒതുക്കി. ദോഷം പറയുന്നില്ല, താൻ സേഫ് ആണോ എന്നൊരു ചോദ്യം ചോദിച്ചു. അത് കഴിഞ്ഞ് നേരം വെളുക്കുന്നവരെ ഒരു കോള്, ഒരു മെസ്സേജ്, അതിനുവേണ്ടി ഞാൻ കാത്തു. ഉണ്ടായില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, സാരംഗിന്റെ മനസ്സിലെ വൈരാഗ്യം എത്ര വലിയ അവസ്ഥയുണ്ടായാലും മാറുന്നതല്ലാന്ന്. അനാമിക പറഞ്ഞതുപോലെ ഇത് മാറുമെന്ന് ചിന്തിക്കുക. ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങള് എന്റെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ട് നാളുകളേറെ. അതുകൊണ്ട് നിരാശയൊന്നും തോന്നുന്നില്ല. എന്നാലും ചിലപ്പോ ഉള്ളൊന്ന് കൊത്തി വലിക്കും. ഹലോ ഫാദർ, ഞാൻ അനാമികയുടെ വീട്ടിലാണ്. കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ ഫാദർ. ഫാദറാ, അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞിരിക്കുക. ഞാനൊന്ന് പോട്ടെ. പിന്നെ അനാമിക, താങ്ക്സ്. എന്തിന്? രാത്രി ഏറെ വൈകിട്ടും യദുക്കുട്ടനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയതിന്. അവൻ എന്റെയും കുഞ്ഞല്ലേ, അപ്പൊ പിന്നെ താങ്ക്സിന്റെ ഒന്നും ഒരാവശ്യമില്ല.
ഇനി ഇതുപോലെ മൈഥിലേക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ അവനെ ഞാനിങ്ങ് കൂട്ടിക്കോളാം. എന്റെ അടുത്ത് അവൻ സേഫ് ആയിരിക്കും. ആ പിന്നെ രഞ്ജിത്ത്, സാരംഗിന്റെ കടം വീട്ടാൻ വേണ്ടി താൻ ഒരുപാട് തിടുക്കമൊന്നും കാണിക്കണ്ട. അതിനുവേണ്ടി ഇനി ഒരാളുടെ അടുത്തൊന്നും പണം പലിശയ്ക്ക് എടുക്കുകയും ചെയ്യരുത്. തൽക്കാലം ഈ സ്വസ്ഥത ഇല്ലാതാക്കരുത്. ഓക്കെ അനാമിക? കേട്ടില്ലേ താൻ? മൈഥിലിയോട് ഇന്നലെ അയാൾ പെരുമാറിയ രീതി, മറിച്ച് നമ്മളോട് മനുഷ്യത്വം കാണിക്കുകയും ചെയ്തു. ഏതിലാ അയാളെ വിശ്വസിക്കേണ്ടത്? നമ്മളിപ്പോ അത് വേർതിരിച്ച് നോക്കിയിട്ട് ഒരു കാര്യമില്ല. രണ്ടുപേരും നമ്മുടെ കൂട്ടുകാരാ. പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ. അത്രമാത്രം ചിന്തിച്ചാൽ മതി. ഗുഡ് മോർണിംഗ് ഫാദർ. വെരി ഗുഡ് മോർണിംഗ് ടു യു. ഇന്നലെ എൻ്റെ ചെറുക്കനെ സംരക്ഷിച്ചതിന് നന്ദിയുണ്ട് കേട്ടോ. ഞാൻ എന്ത് ചെയ്തു? അവിടെയുള്ള ആളുകളല്ലേ സംരക്ഷിച്ചത്. അത് ശാരീരികമായിട്ടല്ലേ. അവനങ്ങനെ മാനസികമായി ചങ്കുറപ്പോടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് മൈഥിലി കൂടെ ഉള്ളതുകൊണ്ട് തന്നെ. ഫാദർ എന്താ വരാൻ പറഞ്ഞേ? ഹാ പറയാടോ, താനൊന്നും ഭയപ്പെടറോ. ആദ്യം കയറി വാ. എന്താ നിന്ന് കളഞ്ഞത്? എങ്ങനെയുണ്ട് പുതിയ താമസം? ഓ നല്ലതാ, പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല. കാലങ്ങളായിട്ട് ആ മേടയിലുള്ള വാസമല്ലേ, അവിടത്തെ ഒരു മണമില്ലാത്ത ഉറക്കം വരില്ല. മേടയിലെ പണി ഇനി എത്ര നാളെടുക്കും? ഇനി അധികമൊന്നും വൈകില്ല. കുറച്ച് ചോർച്ചടയ്ക്കാനുണ്ട്, ആ ബാത്റൂമിന്റെ റിനോവേഷനും, അത്രേ ഉള്ളൂ. എന്തായാലും പണിക്കാർ കുറച്ച് ദിവസം എടുക്കും. അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചെറുക്കനെയും കൂട്ടി അങ്ങോട്ട് മാറുകയും ചെയ്യും. താൻ വാ. സ്നേഹ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, ഞാൻ രാവിലെ പിണക്കം തീർക്കാൻ പോയതാ. അവിടെ ചെന്നപ്പോ കാര്യങ്ങളൊക്കെ നേരെ തിരിഞ്ഞു. ഇയാള് പിണക്കം കൊണ്ടൊന്നും അല്ല മോൻ വീർപ്പിച്ചിരുന്നത്, സങ്കടം കൊണ്ടാ. എന്നാലും അതൊരു നല്ല കാര്യമല്ലല്ലോ സ്നേഹ. അരുണിന്റെ കോള് വരാതാവുമ്പോ സ്നേഹ എത്ര വിഷമിക്കാറുണ്ട്. അതുപോലെ അരുണിനെയും തിരിച്ചു മനസ്സിലാക്കണ്ടേ? സോറി മാം, ചില നേരത്തെ ഞാനിങ്ങനെ എന്താ കാണിച്ചു വിട്ടാന്നറിയില്ല. അത് രംഗനാഥൻ അല്പം ശ്വാസിക്കാത്തതിന്റെ കുഴപ്പമാ അല്ലേ മൈഥിലി? എന്തായാലും ഇത്തവണ ഞാൻ സ്നേഹോട് ക്ഷമിച്ചു. പക്ഷെ ഇനി ഇങ്ങനെ ഒരിക്കലും സ്നേഹയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. വേറൊന്നും കൊണ്ടല്ല, എനിക്കിവനെ ആശ്വസിപ്പിക്കൽ മാത്രമാവും ജോലി, അതുകൊണ്ടാ. അരുണിന്റെ കാര്യത്തില് മാമിനി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരില്ല. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അയ്യോ മതി, അങ്ങനെ ഒരു വാക്കിങ് കേട്ടാ മതി അല്ലേ മൈഥിലി? ഇതെന്തോന്നാ അത്? വന്ന കാലിൽ നിൽക്കാതെ ഇങ്ങോട്ട് ഇരി മൈഥിലി, ഇരിയടാ പിള്ളേരെ. അല്ല മൈഥിലിക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടോ? ഇല്ല ഫാദർ. ആ അപ്പൊ കുറച്ച് വൈകിട്ട് പോയാ മതിയല്ലേ? ഇവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ? അങ്ങനെ ചോദിച്ചാ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പക്ഷേ കുടുംബക്കാരെല്ലാരും ഇങ്ങനെ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോ അതൊരു സുഖമല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ഫാദറിന് ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ ഇവിടെ കുറച്ച് സമയം ഇരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ. എന്നാ പിന്നെ നമുക്ക് അടിച്ചു പൊളിക്കാം. എന്തടിച്ചു പൊളിക്കാൻ? അതെ, ഫാദർ മേടയിൽ നിന്ന് ഇങ്ങോട്ട് സ്ഥലം മാറിയെന്നുണ്ടെങ്കിലും ഫാദറിന്റെ രീതികൾക്കൊന്നും വലിയ വ്യത്യാസം വരുത്താൻ പറ്റില്ല. അത് ഓർമ്മ വേണം. മാഡം, എന്നെ സംബന്ധിച്ചിടത്തോളം ഫാദർ എവിടെയുണ്ടോ അത് മേടയാണ്. അതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഞാനാണോ കുഴപ്പമുണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞ അതൊന്നും അല്ല. നമുക്കെല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് എന്തേലും ഉണ്ടാക്കോ കഴിക്കോ. എന്നാ പിന്നെ അത് നടക്കട്ടെ. അടുക്കള ഫ്രീ ആണ്, ആവശ്യത്തിന് സാധനങ്ങളുണ്ട്. ആരാ അടുക്കള കയറണ്ടെന്ന് നറുക്കിട്ടോ, കഴിക്കാൻ ഞാൻ റെഡിയാ. ശരി ശരി, ഒരുപാടൊന്നും വേണ്ട, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കാം അല്ലേ അരുൺ? എല്ലാം മാമിൻ്റെ ഇഷ്ടം. ആ, എന്തായാലും സ്നേഹയ്ക്ക് പരാതിയൊന്നുമില്ല എന്ന് പറഞ്ഞ ദിവസമല്ലേ.
എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ആഘോഷം വേണ്ടേ അല്ലേ? എക്സ്ക്യൂസ് മീ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ സാരംഗില്ലേ? സാരൻ സാർ എത്തിയിട്ടില്ല. സാറിന്റെ പേരെന്താ? രഞ്ജിത്ത്. ഓ, വരുമെന്ന് സാർ വിളിച്ചു പറഞ്ഞിരുന്നു. പ്ലീസ് കം. അതെ, ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്തോളാം. നോ സർ, സാറിനുള്ള പരിഗണന എന്തായിരിക്കണമെന്ന് സാരൻ സാർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സാറിന് കുടിക്കാൻ എന്താ വേണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ട. ദെൻ ഓക്കെ, ഞാൻ സാരൻ സാറിനെ വിളിച്ചു പറയാം. നോ നോ, അയാളെ ബുദ്ധിമുട്ടിക്കണ്ട. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. ദെൻ കം വിത്ത് മീ, ഐ വിൽ ഷോ ദി ക്യാബിൻ. വിഷ്ണു, നീ കുറച്ചുകൂടെ ജോലിയിൽ ഉത്തരവാദിത്വം കാണിക്കണം. ശരി മാഡം. സർ, രഞ്ജിത്ത് സാർ വന്നിട്ടുണ്ട്. ഞാൻ സാറിന്റെ ക്യാബിനിൽ ഇരുത്തിയിട്ടുണ്ട്. ഗുഡ്. വിഷ്ണുവിന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? യെസ് മാഡം. ആ ഇരിക്കി. പെട്ടെന്ന് വരാൻ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങി പോന്നു. ആ വഴിയിൽ ഒരു ട്രാഫിക് പ്രോബ്ലം. എന്താ വരാൻ പറഞ്ഞത്? ആ അതല്പം ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇവിടെ നടന്ന ഇഷ്യൂസൊക്കെ രഞ്ജിത്തിന് അറിയാലോ. ഞാൻ ഒരുപാട് വിശ്വസിച്ച ഒരാളായിരുന്നു ആ അശോക്. പക്ഷേ ചതിക്കാൻ അവനൊട്ടും മടി കാണിച്ചില്ല. ലീവ് ഇറ്റ്, അത് പോട്ടെ. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില അധ്യായങ്ങൾ നമ്മളങ്ങ് മറന്നു കളയാറുണ്ടല്ലോ, അല്ലേ? ബിസിനസിന്റെ കാര്യത്തിൽ സാരംഗിനേക്കാൾ മിടുക്കനായിട്ട് വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അശോക് ഉണ്ടാക്കിയ പ്രതിസന്ധി തീർച്ചയായിട്ടും തനിക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല. അത് പറ്റും. അപ്പോഴും വിശ്വസ്തനായ ഒരാളുടെ കുറവ് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വൃന്ദ എഫിഷ്യൻ്റാ, പക്ഷേ എൻ്റെ സ്ഥാപനത്തിൻ്റെ മാനേജർ പദവിയിൽ ഇരിക്കേണ്ട കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് സംശയമാണ്. ഇപ്പം എൻ്റെ ആവശ്യം വളരെ എഫിഷ്യൻ്റായ സിൻസിയറായ ഒരു മാനേജരെയാണ്. തനിക്കിവിടെ ജോയിൻ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ സൗഹൃദം വിട്ടേക്ക്. താൻ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടല്ലോ, അതുപോലൊരു ഓഫറായിട്ട് കണ്ടാൽ മതി. സാമ്പത്തികമായിട്ട് ഞാൻ വല്ലാത്ത വീഴ്ചയിലായിരിക്കും എന്ന് താൻ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. എൻ്റെ ഒരു വലിയ കടം താൻ വീട്ടി. അതിൻ്റെ ബാക്കിയായിരിക്കും ഈ ഓഫർ അല്ലേ? ആ കടം വീട്ടിയത് ഒരു സുഹൃത്തിനോടുള്ള കടമ തന്നെയാണ്. അതിൽ തനിക്ക് ഒരു സംശയം വേണ്ട. പക്ഷേ എൻ്റെ ഓഫീസ് കാര്യങ്ങളിൽ അത്തരം സൗഹൃദങ്ങൾക്ക് ഞാൻ വില കൽപ്പിക്കാറില്ല. ഇതൊരു ഡയറക്റ്റ് അപ്രോച്ചാ. എനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ താൻ എഫിഷ്യൻ്റ് ആണെന്ന് എനിക്ക് തോന്നി തന്നെ ഞാൻ വിളിച്ചു. ആ നിലയ്ക്ക് രഞ്ജിത്തിനൊരു തീരുമാനം എടുക്കാം. പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് പെട്ടെന്നൊരു മറുപടി പറയാന്ന് പറഞ്ഞ താൻ ഇപ്പം തന്നെ ഒരു മറുപടി പറയണമെന്ന് ഞാൻ നിർബന്ധിച്ചിട്ടില്ല. നന്നായിട്ട് ആലോചിച്ചിട്ട് മതി. ഒരു കാര്യം ഞാൻ തനിക്ക് ഉറപ്പ് തരാം. തൻ്റെ കഴിവുകൾക്കനുസരിച്ച് ഈ സ്ഥാപനം തന്നെ പരിഗണിച്ചിരിക്കും. ഈ ഓഫീസിൽ സൗഹൃദങ്ങൾക്ക് ഞാൻ സ്ഥാനം കൊടുക്കാറില്ല. അതുപോലെ തന്നെ രഞ്ജിത്തിനും സ്വന്തം ജോലിയിൽ തൻ്റെ ഐഡന്റിറ്റി കാണിക്കാൻ പറ്റും. മറിച്ചുള്ള ഇടപെടലുകളൊന്നും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആലോചിക്കാന്ന് പറഞ്ഞ പ്രധാനമായിട്ടും അനാമികയോട്. ഓ യെസ്. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. അല്ല, തനിക്ക് എന്തെങ്കിലും കുടിക്കാൻ? നോ താങ്ക്സ്, ഒന്നും വേണ്ട, ഞാൻ ഇറങ്ങട്ടെ. വൃന്ദ, ഒരുപക്ഷെ രഞ്ജിത്ത് അധികം വൈകാതെ നമ്മുടെ ഓഫീസിൽ ജോയിൻ ചെയ്യും. സർ, അശോകിന്റെ പൊസിഷൻ അയാൾ തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് ഐ എം ഷുവർ അയാൾ വരും. മൈഥിലി, വല്ലപ്പോഴൊരിക്കല് താൻ ഇതുപോലൊന്നും ഈ അടുക്കള കയറണം കേട്ടോ.
ഈ ഒരു കൈപുണ്യം ഇടയ്ക്ക് ഞങ്ങൾക്കൊന്ന് ആസ്വദിക്കാൻ പറ്റുമല്ലോ, അല്ലേടാ അരുണേ? ഈ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്കേ മൈഥിലി മാഡത്തിന്റെ കൈപുണ്യത്തെക്കുറിച്ച് പറയാനേ സമയമുള്ളൂ. ഇപ്പതേ അടുക്കള കാര്യത്തിൽ ഫാദറിനും തുടങ്ങി. എന്തായാലും മൈഥിലി മാം പെർഫെക്റ്റ് ആണ്. മാം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? നാളെ അച്ഛനൊരു സ്ഥലം വരെ പോവുക, മറ്റന്നാൾ തിരിച്ചെത്തും. വീട്ടിൽ ഞാൻ തനിച്ചാ. ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടില്ല എന്നല്ല, ഒരുപാട് നിന്നിട്ടുണ്ട്. പക്ഷേ എനിക്കൊരാഗ്രഹം, ഒരു ദിവസം മാമിന്റെ കൂടെ നിൽക്കാൻ. ഞാൻ മാമിന്റെ വീട്ടിൽ വന്നോട്ടെ? ഏയ്, അതൊന്നും വേണ്ട സ്നേഹ. അതെന്താരും? വേറൊന്നുമല്ല മാം, മാഡത്തിന്റെ വീട്ടിലെ അവസ്ഥ പഴയതുപോലെ ആയിരുന്നെങ്കിൽ ഇയാളുടെ റിക്വസ്റ്റ് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചേനെ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ പേടിക്കൊന്നും വേണ്ട. സ്നേഹയ്ക്ക് വന്ന് നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വന്ന് നിന്നോട്ടെ. സ്നേഹയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്റെ കുടുംബ പ്രശ്നങ്ങള് സ്നേഹയെ തട്ടാതെ ഞാൻ നോക്കിക്കോളാം. താങ്ക് യു മാം. അപ്പോ ഞാനിതങ്ങ് ഉറപ്പിച്ചു, ഒരു മാറ്റവും ഇല്ല. പോയി നിൽക്കട്ടടാ. മൈഥിലി നല്ല കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താ അത് ഭാവിയിൽ നിനക്കല്ലേ ഗുണം ചെയ്യുക. വേറൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. എന്താ? ഞാൻ മാമിന്റെ 1-2 ഫോട്ടോസ് എടുത്തോട്ടെ? അതെന്തിനാ? മാമിന്റെ ഫോട്ടോസ് എന്റെ കയ്യിലില്ല, അതുകൊണ്ട് തന്നെ. അതൊന്നും വേണ്ട കുട്ടി. ഏയ് മാം, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. സ്നേഹയുടെ ഒരു ആഗ്രഹമല്ലേ. 1-2 ഫോട്ടോസ് എടുത്തോട്ടെ മാം, പ്ലീസ്. മാം പ്ലീസ്. അരുണേ, ഇനി നിങ്ങൾ രണ്ടുപേരോടി നിന്നേ. അതെന്തിനാ? ആ നിക്ക്. ഇതെന്തോ നിൽപ്പാ? അങ്ങോട്ട് ചേർന്ന് നിന്നേ. ചേച്ചി അനിയനും അല്ലേ? മദീനി, ഒരെണ്ണം കൂടി എടുക്കാം. മതി സ്നേഹ. പ്ലീസ്, മതി ഒരെണ്ണം സ്നേഹ. കൂടി. എടോ, മാമിന്റെ ഫോട്ടോസ് തൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. പക്ഷെ എൻ്റെ ഫോട്ടോസ് ആവശ്യത്തിൽ കൂടെ തൻ്റെ കയ്യിലുണ്ടല്ലോ. അതുണ്ട്, പക്ഷെ നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോസ് ഇല്ലല്ലോ. അതെ, ഈ സെഷൻ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി ഫാദർ കൂടി നിന്നിട്ട് ബാക്കി എടുക്കാം. ഓ ആയിക്കോട്ടെ. ഇനി ഞാൻ അതിന് തടസ്സം നിന്നിട്ട് നിങ്ങളുടെ ഫോട്ടോ സെഷൻ പൊളിയണ്ട. ആ പെട്ടെന്നാവട്ടെ. വാടാ. നിക്ക്. കഴിഞ്ഞല്ലോ. പിന്നെ താങ്ക് യു മാം. ഫാദർ, ഇനി ഞാൻ ഇറങ്ങട്ടെ, പിന്നെ വരാം. ഓ അങ്ങനെ ആവട്ടെ. സ്നേഹ നാളെ എപ്പോഴാ വരിക? അച്ഛൻ ഇറങ്ങിയ ഉടനെ ഞാൻ മാമിന്റെ മുന്നിലുണ്ടാവും. ശരി എന്നാ. ആ കുഞ്ഞെ, ഇപ്പൊ എടുത്ത ആ ഫോട്ടോ അതൊന്ന് എനിക്ക് സെൻഡ് ചെയ്യണേ.